ഗൈസ്, അപ്പം നമ്മ ഇന്ന് പോകാൻ പോണത് സാധാരണക്കാരൻ്റെ ഹോട്ടലിലേക്കാണ്. അവിടെ പോയിട്ട് കഴിച്ചിട്ട് എന്താ അവസ്ഥ. അപ്പോൾ ഗൈസ്, നമ്മ ഇന്ന് വന്നേക്കുന്നത് ഹംഗ്രി മൃണാൾ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. എടപ്പള്ളിയിലാണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യൂവിൽ നിൽക്കണം. ഗൈസ്, മെനുവിലെല്ലാം സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, എന്തിനൊക്കെ എത്ര രൂപയാണെന്നുള്ളത്. എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഊണിനാണെങ്കിൽ ഊണിൻ്റെ ഒപ്പമുള്ള കറികളൊക്കെ നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്ത് നമ്മൾ മേടിക്കണം. അതാണ് ഇവിടെ കാണിക്കുന്നത്. കാണാൻ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇവിടുത്തെ സെറ്റിങ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തേക്കണത്. പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ നമ്മൾ മേടിക്കുക ഏകദേശം KFCയുടെ ഒക്കെ വേറൊരു ടൈപ്പാണ് ഇവർ ഉദ്ദേശിച്ചേക്കണത്. എന്തായാലും അത് കൊള്ളാം. ഞങ്ങൾ അപ്പോൾ ഓർഡർ ചെയ്തേക്കുന്ന ഒരു ബിരിയാണി പിന്നെ ഒരു ഊണാണ്. അപ്പോൾ അതിൻ്റെ ബില്ല് നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ നമുക്കൊരു ടോക്കൺ തന്ന്. അപ്പോൾ ആ ടോക്കൺ ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഫുഡ് അവിടെ എത്തും. അപ്പോൾ നമ്മൾ അത് പോയി കളക്ട് ചെയ്യണം. നമ്മൾ ഇനി ഫുഡ് വരാൻ വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ് ചെയ്യണത്. അപ്പോൾ ഇനി ഫുഡ് വന്നിട്ട് വേണം എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാൻ. അപ്പോൾ അതുവരെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ ഏകദേശം കുറച്ച് ടൈമായി നമ്മൾ ഇരിക്കാൻ തുടങ്ങിയിട്ട്. പണി പാളിയിട്ടുണ്ട്. കാരണം ഞാൻ ബിരിയാണി ഓർഡർ ചെയ്തപ്പോൾ ഇതിൽ കൊടുത്തേക്കണത് കണ്ട, ചിക്കൻ ദം ബിരിയാണി വിത്തൗട്ട് റൈത ആൻഡ് പിക്കിൾ. എന്ന് വെച്ചാൽ അച്ചാറും കച്ചമ്പറും ഉണ്ടാവൂലേ, ടെൻഷനായില്ല. നമുക്ക് അയക്കണ ബില്ലെന്ന് വെച്ചാൽ ഊണിന് 175 രൂപ, ടോട്ടൽ എല്ലാം കൂടി കൂട്ടുമ്പോഴത്തേക്കും ബിരിയാണിക്ക് 155 രൂപ വിത്തൗട്ട് സാലഡ് ആൻഡ് 58 ഫുഡ് ഓർഡർ ചെയ്താണ്. ഇപ്പോൾ 2:16 അത് മാത്രമല്ല, ഇനിയിപ്പോൾ രണ്ടാമത് ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും റൈസൊക്കെ എല്ലാം രണ്ടാമത് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പോയി ക്യൂവിൽ നിൽക്കേണ്ടി വരുമെന്നൊരു ഡൗട്ടുണ്ട്. മൂത്രം ഒഴിക്കാൻ മുട്ടുന്നുണ്ട്. ഇനി അവിടെ പൈസ കൊടുക്കണമെന്നറിയില്ല. അതുകൊണ്ട് തൽക്കാലം നമുക്ക് അങ്ങനെ ഞങ്ങളുടെ ടോക്കൺ നമ്പർ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ ചെന്ന് ഫുഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ച് രണ്ടാമത് റൈത ആൻഡ് പിക്കിൾ നൈസായിട്ട് കിട്ടുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും രണ്ടാമത് ബില്ലടിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഇനി അതിനും മെനക്കെടണ്ടല്ലാന്ന് ചോദിച്ച് നേരെ അതെടുത്തുകൊണ്ട് ഇറങ്ങി. വെള്ളം കുടിക്കാനായിട്ടുള്ള ഇത് നമ്മൾ സെൽഫ് സർവീസാണ്, നമ്മൾ എടുത്ത് കൊണ്ടുപോയി വെക്കുക. അപ്പോൾ മാഹിൻ വീട്ടിലൊക്കെ ഒരു തുള്ളി പോലും വെള്ളം എടുക്കാത്തവനാണ്. അവൻ ഇങ്ങനെ ഈ വെള്ളം എടുക്കാൻ കാണുമ്പോൾ തന്നെ എനിക്ക് നല്ലൊരു സന്തോഷം ഉണ്ട്. അവനെ കൊണ്ടും പണിയെടുപ്പിക്കാൻ നിങ്ങൾ കാണിച്ച മനസ്സ്. അപ്പോൾ ഗൈസ്, ഫുഡ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇനി കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഗൈസ്, ചോറ് നൈസാന്ന് പറഞ്ഞു. പക്ഷെ ബിരിയാണിയിലേക്ക് എത്തിയപ്പോൾ ബിരിയാണിയിൽ ഇതൊക്കെ എരിവും കാര്യങ്ങളൊക്കെ കുറവാണ് ഗൈസ്. ജസ്റ്റ് സാധാ നോർമൽ ബിരിയാണി കഴിക്കണമല്ല, എനിക്ക് അത്ര സുഖമായിട്ട് തോന്നിയില്ല. ഗൈസ്, ഇവിടെ വന്ന് ഫുഡ് ഓർഡർ ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് സാധാരണക്കാർക്ക് ഇത് അഫോർഡബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് ഞങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം.